നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ മീനം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. കർമ്മഫലദാതാവായ ശനി ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള 138 ദിവസങ്ങളിൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ശനി വക്രഗതിയിലായാൽ എല്ലാം ദോഷമായിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിൽ ശനി ഏകദേശം 135 മുതൽ 145 ദിവസങ്ങൾ വരെ വക്രഗതിയിലാകാറുണ്ട്. അതുകൊണ്ട് ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും. നിങ്ങളുടെ രാശിയിൽ, അതായത് മീനം രാശിയിൽ തന്നെയാണ് ഇപ്പോൾ ശനി ഉള്ളത്. നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷമാണ് ശനി നിങ്ങളുടെ രാശിയിലേക്ക് വരുന്നത്. 2025 മാർച്ച് 29 ശനി മീനം രാശിയിൽ പ്രവേശിച്ചു. അന്നു മുതൽ നിങ്ങളുടെ 7.5 ശനിയുടെ 2ാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനുശേഷം നിങ്ങൾക്ക് അമിതമായി ചിന്തിക്കുന്ന അവസ്ഥ, മനസ്സിൽ പലവിധ ഭയങ്ങൾ, വ്യക്തതയില്ലാത്ത ചിന്തകൾ എന്നിവ അനുഭവപ്പെടുന്നുണ്ടാകാം. ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ടെങ്കിലും ജോലി ചെയ്യാൻ പൂർണ്ണമായി മനസ്സ് വരാത്ത അവസ്ഥയോ ശ്രദ്ധ തിരിയുന്നതോ ഒക്കെയുണ്ടാകാം. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 3, 7, 10 ഭാവങ്ങളിലാണ് പതിക്കുന്നത്. 10ാം ഭാവത്തിലെ ദൃഷ്ടി കാരണം 2025 മാർച്ച് 29 ശേഷം നിങ്ങളുടെ കരിയറിൽ പലവിധ മാറ്റങ്ങളും ഉയർച്ച താഴ്ചകളും ഉണ്ടായിട്ടുണ്ടാകും. ശനി വക്രഗതിയിലാകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ആഴത്തിലും ഗൗരവത്തിലും ശനി സ്വാധീനം ചെലുത്തും. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, എനിക്കെന്തെങ്കിലും ചെയ്യണം എന്ന ചിന്ത ഇത് നിങ്ങളിൽ ഉണർത്തും. അതുകൊണ്ട് ഈ സമയത്ത് മീനം രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചിലർക്ക് തികച്ചും അപ്രതീക്ഷിതമായി പുതിയ നല്ല ജോലികൾ ലഭിക്കുമ്പോൾ മറ്റു ചിലർക്ക് നിലവിലുള്ള ജോലി നഷ്ടപ്പെടാനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ തൃപ്തിയില്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്വയം അത് ഉപേക്ഷിക്കാനും മടിക്കില്ല. നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾക്ക് പക്വതയും ആഴവും കൂടും. ഏതൊരു കാര്യത്തിലും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുമുള്ള മാനസിക കരുത്ത് നിങ്ങൾക്ക് കൈവരും. നിങ്ങളുടെ ജാതകത്തിലെ 7ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് പലരും ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിലോ ജോലിയിലോ ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കും. വരുമാനം കൂട്ടാനായി നിലവിലുള്ള ജോലിക്ക് പുറമെ പുതിയ വഴി തേടാൻ ഈ സമയം പ്രേരിപ്പിക്കും. ഒന്നിലധികം മാർഗങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കുകയും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ബുധന്റെ നക്ഷത്രമായ രേവതിയിലാണ് ശനി ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പങ്കാളിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം തീരുമാനങ്ങൾ എടുക്കാതെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കേട്ട് മുന്നോട്ടു പോയാൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങളും നല്ല ഫലങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ശനിയുടെ 3ാം ഭാവത്തിലെ ദൃഷ്ടി ചില പ്രത്യേക മേഖലകളിലുള്ളവർക്ക് വലിയ അനുഗ്രഹമായി മാറും. സോഷ്യൽ മീഡിയ, ഓൺലൈൻ ബിസിനസ്, വ്ളോഗിംഗ് എന്നിവ ചെയ്യുന്നവർക്ക് ജനശ്രദ്ധയും വളർച്ചയും കിട്ടുന്ന സമയമാണിത്. കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ജോലിയുടെ ഭാഗമായി ചെറിയ യാത്രകൾ ചെയ്യുന്നവർക്കും ഇത് മികച്ച സമയമാണ്. വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 18 മുതൽ 21 വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് പഠനത്തിൽ വലിയ പുരോഗതിയുണ്ടാകും. പുതിയ കോഴ്സുകൾക്കോ കോച്ചിങ് ക്ലാസുകൾക്കോ ചേരാനും അറിവ് വർദ്ധിപ്പിക്കാനും ഈ സമയം വളരെ അനുകൂലമാണ്. നിങ്ങൾ മുൻപ് ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കാനും ശാഠ്യം പിടിച്ചു നിൽക്കുന്ന സ്വഭാവം മാറ്റാനും കൂടുതൽ പക്വതയോടെ കാര്യങ്ങളെ കാണാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. ഭൂമി, ഇരുമ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും നിത്യവരുമാനമുള്ളവർക്കും ഇത് നല്ല സമയമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദോഷകരമായ സ്ഥാനത്താണെങ്കിൽ, ഉദാഹരണത്തിന് മേടം രാശിയിൽ നീചനായിരിക്കുക, അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിവരുടെ രാശികളിൽ വരിക, അതുമല്ലെങ്കിൽ 6, 8, 12 ഭാവങ്ങളിൽ വരിക എന്നിവയുണ്ടായാൽ ഇനി പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. മൈഗ്രെയിൻ, സന്ധിവേദന, ഞരമ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കാൽമുട്ടുവേദന, അലർജി പ്രശ്നങ്ങൾ, ആസിഡിറ്റി എന്നിവയുണ്ടാകാം. നിങ്ങളെ ചതിക്കുന്ന ആളുകളുമായി സൗഹൃദത്തിലാവുക, മറ്റുള്ളവർ നിങ്ങളെ ചൂഷണം ചെയ്യുക, നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും അതിൻ്റെ ഫലം മറ്റാർക്കെങ്കിലും ലഭിക്കുക എന്നിവയെല്ലാം
ശനിദോഷത്തിന്റെ ലക്ഷണങ്ങളാണ്. മീനം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.